ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ പഠിച്ച പണി 18 നോക്കി, ഒന്നും വിജയിച്ചില്ല. അപ്പോഴാണ് ഇന്ത്യയെ തകർക്കാനായിട്ട് അമേരിക്കയിലെ ഒരു വലിയ സമ്പന്നൻ സോറസും ശ്രമിക്കുന്നതായി അറിഞ്ഞതും. അങ്ങനെ അമേരിക്ക അവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. പിന്നെ ഇന്ത്യക്കകത്തുള്ള ജിഹാദികളും ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ ഇവരുടെ കൂട്ടത്തിലുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ബോംബെയിലെ ആ താജ് ഹോട്ടലിൽ നടന്ന ആക്രമണം, റെയിൽവേ സ്റ്റേഷനിൽ നടന്ന ആക്രമണം, അതെല്ലാം കോൺഗ്രസ് സ്പോൺസർ ചെയ്തതാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടുത്തെ ജിഹാദി പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റുകളും ഒക്കെ ചേർന്ന് ഭാരതത്തെ തകർക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അതിനെല്ലാം നേതൃത്വം നൽകിയത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് വേണ്ടി കൂടിയാണ് അവരിതെല്ലാം ചെയ്തത്. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു? പാകിസ്ഥാൻ തകർന്നിരിക്കുന്നു. പാകിസ്ഥാൻ 2 കഷ്ണമായി മാറിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ ഏതാണ്ട് 50% മുകളിൽ വരുന്ന ഭൂഭാഗം ഉൾപ്പെടുന്ന ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടായിരിക്കുന്നു. A message posted by Miryar Balochi, who is an activist on the occasion of Balochistan Independence Day, has expressed gratitude to brave mainstream media of the world, especially of India, think tanks, researchers, poets, writers, students, lawyers, civil society, the business community, who have carried the voice of Balochistan to the global level and become the voice of the people. Miryar added that moral support for the people of Balochistan must continue so that we can remove the cancer like Pakistan from our land, Balochistan. This is what he has stated in his own words. ആഗസ്റ്റ് 11 ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രം പിറവിയെടുത്തിരിക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ 2 കഷ്ണങ്ങളായി മാറിയിരിക്കുന്നു. ഇപ്പം ശേഷിക്കുന്ന കഷ്ണം സാമ്പത്തികമായി എല്ലാ രംഗത്തും പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥ. ബലൂചിസ്ഥാൻ ആയിരുന്നു പാകിസ്ഥാൻ്റെ സമ്പദ്ഘടനയ്ക്ക് ഏറ്റവും ശക്തി പകർന്ന പ്രദേശവും. അവിടുത്തെ ഖനനങ്ങളൊക്കെ വളരെയേറെ സമ്പന്നമാക്കിയിരുന്നു പാകിസ്ഥാൻ തകർന്നിരിക്കുന്നു. ഇത് കൊണ്ട് അവസാനിക്കുന്നില്ല. പിന്നെയും ചില കഷ്ണങ്ങളായി പാകിസ്ഥാൻ തകരാൻ പോകുന്നു. അപ്പോൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ചവർക്ക് കിട്ടിയത് സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഇനി അമേരിക്ക ഇരുന്നുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്, സോറൻ ശ്രമിക്കുന്നുണ്ട്, പിന്നെ ബാക്കിയുള്ള ജിഹാദികളും ഇവിടുത്തെ പാറ്റാക്കൂട്ടങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആൾക്കാരുമെല്ലാം വലിയ പ്രതീക്ഷയാണ്. രാഹുൽ ഗാന്ധിയെ ഉടനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാക്കി ഈ നാട് കുട്ടിച്ചോറാക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുന്നവരെല്ലാം ദിനം പ്രതി തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. DMK BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. ശിരോമണി അകാലിദൾ എന്ന് പറയുന്ന പാർട്ടി വീണ്ടും ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു. അങ്ങനെ ദിനം പ്രതി BJP ശക്തിപ്പെടുന്നു. അതിൻ്റെ അർത്ഥം ഈ രാഷ്ട്രം ശക്തിപ്പെടുന്നു. അങ്ങനെ ഇന്ത്യയെ തകർന്ന് കാണാൻ ആഗ്രഹിച്ചവരൊക്കെ കടുത്ത നിരാശയിലേക്ക് പതിച്ചു എന്ന് തന്നെ പറയാം.